ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തുടർ ഭരണത്തിനെതിരെ വിമർശനം ഉന്നയിച്ച കവി സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി ലെവിൻ K. വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്തായാലും ഇടതുപക്ഷത്തുള്ള ഏറ്റവും ഇടത് സഹയാത്രികനായി ഏറെക്കാലം തന്നെ തുടരുന്ന ഒരാൾ, പ്രത്യേകിച്ച് സച്ചിദാനന്ദനെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് വലിയ തരത്തിൽ ചർച്ചയായി എന്ന് മാത്രമല്ല, അത് പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ CPIMന്റെ ഒരു സമവായ ശ്രമം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇടതു സഹയാത്രികനായ കവിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് CPIM. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കവി സച്ചിദാനന്ദൻ ഇന്നും സമാനമായ നിലയിലുള്ള വിമർശനങ്ങൾ, തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെ കൂടിയാണ് CPIM കേന്ദ്ര നേതാക്കളുടെ കൂടി അറിവോടുകൂടി അവരുടെ നിർദ്ദേശാനുസരണമാണ് KV അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹവുമായി ചർച്ച നടത്തുന്നത്. നേരത്തെ തുടർ ഭരണത്തിനെതിരെ എന്നുള്ള നിലയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. ഗതിമാറുന്ന മാർക്സിയൻ ചിന്താഗതിയും മറ്റുമൊക്കെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ആ കുറിപ്പ് സാംസ്കാരിക ലോകത്ത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ താല്പര്യപ്പെടുന്നുമില്ല. മാത്രമല്ല, ആദ്യഘട്ടങ്ങളിലൊക്കെ CPIM-ഉം ഇടതുപക്ഷ നേതാക്കളും ഒക്കെ അദ്ദേഹത്തിന്റെ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ആ ഒരു പ്രചാരണം നൽകി അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു. പ്രതിപക്ഷം VD സതീശനടക്കമുള്ള ആളുകൾ അത് നിരന്തരം അദ്ദേഹം ഉന്നയിച്ച വിമർശനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും നടത്തുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സച്ചിദാനന്ദനെ പോലെ ഉള്ള ഒരാളുടെ അഭിപ്രായ പ്രകടനം വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ നടത്താൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കവിയുടെ ഒപ്പം പ്രവർത്തിക്കുന്നവരും സാംസ്കാരിക ലോകത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ തന്നെ കവിക്കെതിരെയുള്ള വിമർശനങ്ങൾ മറ്റൊരു തലത്തിൽ ചൂണ്ടിക്കാട്ടി ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സമവായ നീക്കം എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഇന്ന് ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അദ്ദേഹം എന്നുള്ളതാണ്, സച്ചിദാനന്ദൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഉൾക്കൊള്ളുന്ന വിമർശനങ്ങൾ അത് തിരുത്താനും മറ്റും ബാധ്യസ്ഥരാണ് തങ്ങളെന്ന് തോമസ് ഐസക്കും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം അഭിപ്രായപ്പെട്ടു. ഏതായാലും അത്തരത്തിൽ രണ്ട് വാദങ്ങൾ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമാകുന്ന കാര്യം. ഇടതുപക്ഷ സംഘടനകളെ സംബന്ധിച്ചുകൊണ്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ പോലും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ശ്രദ്ധാപൂർവം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ട നടപടി എന്നുള്ള നിലയിലാണ് KV അബ്ദുൽ ഖാദർ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി സച്ചിദാനന്ദുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു പ്രതികരണം അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാഹിത്യരംഗത്തുള്ള CPIM-മായി ബന്ധമുള്ള ആളുകളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചു. ആദ്യഘട്ടത്തിൽ ആ ഒരു പ്രതികരണത്തിലും മതിയായില്ല. പക്ഷേ ഒരു ശ്രമം അവിടെയും തുടരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. സച്ചിദാനന്ദൻ ഇന്നും ആ അർത്ഥത്തിൽ തന്നെ പ്രതികരിക്കുന്നതാണ് കണ്ടത്. എന്തായാലും ഒരു ഇടപെടൽ വേണം എന്ന് പാർട്ടി തീരുമാനിക്കുകയാണ്. തീർച്ചയായും രുചീഷ്, അങ്ങനെ തന്നെയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് സംസാരിച്ച K. രാജൻ റവന്യൂ മന്ത്രിയും ഇതേ നിലയിൽ തന്നെയാണ്. സച്ചിദാനന്ദനെ ആക്രമിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലോ അല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുള്ള എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രതികരണം വന്നത്. ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിന് നേരെ കടന്നു കയറാൻ പാടില്ല എന്നുള്ളതായിരുന്നു മന്ത്രി K. രാജന്റേതായിട്ടുള്ള പ്രതികരണം. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പോലെ അഭിപ്രായങ്ങൾ അടച്ചമർത്തില്ല, ഭരണം തുടർന്നാൽ അഴിമതിക്കും അധികാര കേന്ദ്രീകരണത്തിനും കാരണമാകുമെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്ന് അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എടുത്തു പറയേണ്ടത്, ഇന്ന് നടത്തിയ സോഷ്യൽ മീഡിയ പ്രതികരണത്തിലൂടെ വിമർശകർക്കെതിരെ K. സച്ചിദാനന്ദൻ ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശം കൂടി ആവർത്തിച്ചിരുന്നു. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് താൻ പറയുന്നത് ശരിയായി മനസ്സിലാക്കാത്തവർ ആണെന്നുള്ളതാണ്. സൈബർ ഭൂടന്മാരുടെ സ്വർഗം താൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. മാർക്സിസം പ്രവർത്തിക്കേണ്ടത് ദരിദ്രരെയും തൊഴിലാളികളെയും കർഷക ന്യൂനപക്ഷങ്ങളെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്തുന്ന നടപടികളിലേക്കല്ല കടക്കേണ്ടത്. മാർക്സിസം കടക്കേണ്ടത് 1987
2005 മുതൽ താൻ ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. കൽബുർഗിയുടെ മരണത്തിലടക്കമുള്ള കാര്യങ്ങളിൽ തന്റെ പ്രതികരണങ്ങൾ ഏത് നിലയിലായിരുന്നു എന്നുള്ള കാര്യം ഈ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മാർക്സിയൻ ചിന്താഗതി മാർക്സിയൻ സാഹിത്യവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള പല ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ളതായ പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു അദ്ദേഹം. അതിലൂടെ തന്നെ താൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല, തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ്. ലെവിൻ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാലം ഡൽഹിയിലായിരുന്നു സച്ചിദാനന്ദൻ ഉണ്ടായിരുന്നത്. കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് പോലും ഈ സർക്കാരിന്റെ ഭാഗമായി ഒരു സാഹിത്യ അക്കാദമി ചെയർമാനായി കൊണ്ടുവന്നാണ് കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് പോലും ഉണ്ടായത്. ആ അർത്ഥത്തിൽ കൂടി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്ന് കരുതിയ സമയത്താണ് ഇത്തരത്തിലൊരു വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. അത് പാർട്ടിക്ക് തന്നെ ആകെ വലിയൊരു പ്രതിസന്ധി ആവുകയും ചെയ്തു. കാരണം ഒരു തുടർഭരണം വേണം, മൂന്നാം സർക്കാർ വരും എന്ന തരത്തിൽ ഒരു വലിയ പ്രചാരണം തുടങ്ങുന്ന ഘട്ടത്തിലാണ് അതിന് പ്രതിപക്ഷത്തിന്റെ വാദത്തിൽ ഏറ്റവും വലിയ ഒരു പിന്തുണ നൽകുന്ന തരത്തിൽ, കാരണം വീണ്ടും ഭരണം വന്നാൽ ഈ പാർട്ടി തന്നെ ഇല്ലാതാകും എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നത്. തീർച്ചയായും ജിജീഷ്, അങ്ങനെ തന്നെയാണ്. കാരണം രാഷ്ട്രീയമായ അപകടം ചെയ്യും തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷത്തെ വലിയ തോതിൽ അത് അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദനെ പോലെ ഒരാളുടെ ഒരു പ്രതികരണം അത് ഏത് നിലയിലാണെങ്കിലും അത് അപകടം ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. സാംസ്കാരിക ലോകത്ത് രണ്ട് അഭിപ്രായമുണ്ട്. പക്ഷേ അശോകൻ ചെരുവിലിനെ പോലെ, കരിവള്ളൂർ മുരളിയെ പോലെയുള്ള ആളുകളൊക്കെ തുടക്കത്തിൽ തന്നെ സച്ചിദാനന്ദനെ പ്രതിരോധിക്കാൻ മുന്നോട്ടിറങ്ങി ഇടതുപക്ഷത്തിന്റെ വക്താക്കളായി എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനപ്പുറത്ത് വലിയൊരു രാഷ്ട്രീയ അപകടം ഇക്കാര്യത്തിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം അതിവേഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കും നടപടികളിലേക്കും കടക്കുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് KV അബ്ദുൽ ഖാദർ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കവിയുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഇതിന്മേൽ അല്പസമയങ്ങൾക്കകം ലഭ്യമാകുമെന്ന് കരുതുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റേതായിട്ടുള്ള KV അബ്ദുൽ ഖാദറിനെയോ സച്ചിദാനന്ദനെയോ നമുക്ക് നേരിട്ട് കണ്ട് പ്രതികരണം എടുക്കാനാകും. അതിനുവേണ്ടിയിട്ടുള്ള ആ ഒരു എന്തായാലും വലിയ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സച്ചിദാനന്ദനുമായി നേരിട്ട് തന്നെ ചർച്ച നടത്താൻ CPM ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് എത്തുന്നത്. KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനുമായി ചർച്ച നടത്തുകയാണ്.